പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള നൈറ്റ് ലൈഫ് ഉള്ളൊരു സ്ഥലമാണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊരു സെക്സ് ടൂറിസത്തിൻ്റെയും കൂടി ഒരു സ്ഥലമാണ്. അതിൽ പട്ടായ എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻറ്റ്. പട്ടായയിൽ രാത്രികൾ ഉറങ്ങാറില്ല എന്നാണ് പറഞ്ഞത് ചില ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അത്തരമൊരു ഭാഗത്തേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അത് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റാണ്, പട്ടയയിലെ വാക്കിംഗ് സ്ട്രീറ്റ്. ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അത്തരം ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ്. രാത്രി ഒരു 10 മണി തൊട്ട് രാവിലെ വരെ സജീവമാകുന്ന ഒരു ഏരിയയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. അവിടെ ധാരാളം മസാജ് സെൻറ്റേഴ്സ്, പിന്നെന്താ ലൈവ് ഷോസിൻ്റെ സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഡാൻസിങ് ബാറുകൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പോകുന്ന ആളുകൾ എന്തായാലും സജീവമായ ഒരു സ്ഥലമാണ്. അപ്പോൾ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇതൊരു റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ കുഴപ്പമില്ല, അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഒത്തിരി ലൈവായിട്ടുള്ളൊരു സ്ഥലമാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ അതുവഴി ഒന്ന് സഞ്ചരിക്കുന്നു. ചെറിയ വിശേഷങ്ങൾ കാണാനായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു ഏകദേശ രൂപം നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ പട്ടായ തെരുവുകളിലൂടെ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. സജീവമാണ് ഈ നഗരവീഥികളെല്ലാം തന്നെ എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. എപ്പോഴും റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. 2 സൈഡിലും ഷോപ്സ് എല്ലാം തന്നെ ഓപ്പണാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ അവിടെ ഇങ്ങനെ വെളിയിലിരിക്കുന്നുണ്ട്. ഇവിടെ ധാരാളം ഫുഡ് ജോയിൻറ്റ്സ് ഉണ്ട്, ഭക്ഷണശാലകൾ ധാരാളം എല്ലാം ഇങ്ങനെ ഉണ്ട്. ടാറ്റൂസ് ഉണ്ടാക്കുന്ന ഭാഗം, പിന്നെന്താ മസാജ് സെൻറ്റേഴ്സ്, ഇതിങ്ങനെ ഇടകലർന്നാണ് വരുന്നത്. പല ടൈപ്പ് ഓഫ് മസാജസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് തായ്വാൻ മസാജാണോ തായ് മസാജാണോ എന്താണെന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അത് ഭയങ്കര രസമാണ്. ഒരു 3 ഫ്രൂട്ടിന് 100 ബാട്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഫ്രൂട്ടാണെന്ന് തോന്നും. അലങ്കാര വസ്തുക്കളാണ്.
പാർലേഴ്സ് അറിയോ? ക്രിസ്റ്റൽ മസാജ് ആൻഡ് സ്പാ, ഇങ്ങനെ വരിയായി മസാജ് പാർലേഴ്സ്. ഇവിടെ നല്ല തിരക്കുള്ള മസാജ് പാർലറാണ്. അകത്ത് നല്ലോണം എല്ലാവരും ജോലിയിലാണ്. മസാജ് പാർലേഴ്സ് പറഞ്ഞാൽ ഫുൾ ബോഡി മസാജ് മാത്രമല്ല, ഇപ്പം ലെഗ് മസാജ്, കാലിൻ്റെ മസാജ് മാത്രം, അങ്ങനെയൊക്കെ ഉണ്ട്, പാർട്ടായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ബാറാണ്, ബാർ അടുത്ത്. ഇവിടെ ഭയങ്കര സുന്ദരികളായിട്ട് തോന്നിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ കറക്റ്റ് ഫീമെയിൽസ് തന്നെ ആവണമെന്നില്ല, ട്രാൻസ്ജെൻഡേഴ്സ് ആകാം. പക്ഷെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് അവരെല്ലാം കാണാൻ. ശരിക്കുമുള്ള വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞു. ഭയങ്കര ശബ്ദമുഖരിതമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇത് ബാറ്, അവിടെ ഡാൻസിങ് ബാറ്, വേണ്ട ബഹളം. പിന്നെ ഭക്ഷണശാലകൾ, പോലീസിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. അതെ, ടൂറിസ്റ്റ് പോലീസ് വാഹനം ഇവിടെ എപ്പോഴും റെഡിയാണ്.
നടക്കുകയാണ് ഞാൻ ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ. ഒരുപാട് ബാറുകളുണ്ട്, ഡാൻസിങ് ബാർസ്, അല്ലാത്ത ബാർ അല്ല. What is Turkish ice cream? Yes. Mango, orange club, original. How much? Mango. One small. Mango? Not vanilla, mango. Mango. ഇതിനിടയ്ക്ക് ഇവിടെ ഭക്ഷണശാലകളുമുണ്ട്. ഇതാണ് ടർക്കിഷ് ഐസ്ക്രീം. മാംഗോ ഫ്ലേവർ. ഈ ബഹളത്തിനിടയിൽ ഒരു ഐസ്ക്രീം കഴിക്കാനുള്ളൊരു മൂഡ് എനിക്കുണ്ട് ഇപ്പം. എന്തായാലും ഇവിടെ കംപ്ലീറ്റ് ഹോട്ട് ഗേൾസ് ആണ് ഈ സ്ട്രീറ്റ് മൊത്തം. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതിന് പരിധികളുണ്ട്, എങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഈ എല്ലാ ഒരുപാട് 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 ക്ലബ്സ്, ഒരുപാട് ഹോട്ട് ഗേൾസ്, അത് ഇത് ബാറുകൾ, പിന്നെ ഷോസ് ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ്. പോകുന്നവരെല്ലാം ഇങ്ങനെ വിളിക്കുന്നു, ഇവിടെ വരൂ ഇവിടെ വരൂ, ആ സ്റ്റൈലാണ്. ശരിക്കും ഇവരെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഷോ കാണുന്നവരെക്കാട്ടിലും ഉപരിയായിട്ട് ഞാൻ വന്നതുപോലെ വെറുതെ ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് വെറുതെ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ വെറുതെ നടന്നു പോകുന്ന വാക്ക് ചെയ്യുന്ന ആൾക്കാരും ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ, കപ്പിൾസ്, ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ളവരെല്ലാം. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നത്.
ചരക്കുകളാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഷോ ഗേൾസ്, ഡാൻസിങ് ഗേൾസ്. സ്ത്രീയുടെ വില തീരെ തരന്നാണ് പോകുന്ന അവസ്ഥയാണ് ഇവിടെ എല്ലാം. അത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിരിക്കും. എന്തായാലും ഇതൊരു ടൂറിസത്തിൻ്റെ ഭാഗമാണ്, സെക്സ് ടൂറിസം. അത് തായ്ലാൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് പോയിൻ്റാണ്, പ്രത്യേകിച്ച് പട്ടായ, ബാങ്കോക്ക് എന്നീ സ്ഥലങ്ങളിൽ. കാണുന്ന ആ ഒരു ഡാൻസിങ് ബാറിലെ ലേഡീസ് എന്ന് തോന്നുന്ന സുന്ദരികളെല്ലാം തന്നെ പുരുഷന്മാരാണെന്നാണ് പറയുന്നത്, ട്രാൻസ്ജെൻഡേഴ്സ്. പക്ഷെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്തരക്കാർക്കും ഇവിടെ വലിയ ഡിമാൻഡാണ്. ഇപ്പോൾ എല്ലാവരും സോളിസിറ്റിംഗ് കസ്റ്റമേഴ്സാണ്. അവർക്ക് അവരുടെ ബിസിനസ്സാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റിലെ ഈ രാത്രികളെല്ലാം തന്നെ. വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടന്ന് അതിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കുറച്ച് ഭാഗം കൂടിയുണ്ട്. ഇതേ കാഴ്ചകൾ തന്നെയാണ് മുന്നോട്ടും നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് ജോയിൻറ്റ്സ് ഉണ്ട്, ഡാൻസിങ് ബാറുകളുണ്ട്, അല്ലാത്ത ബാറുകളുണ്ട്, പിന്നെന്താ പറയുക, സെക്സ് ഷോസ് ഉള്ള സ്ഥലങ്ങളുണ്ട്, ബോഡി മസാജ് സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ധാരാളം കാഴ്ചകൾ. കോൾ ഗേൾസിനെ പോലെ ധാരാളം ലേഡീസ് ഇങ്ങനെ ആൾക്കാരെ സോളിസിറ്റ് ചെയ്യാനായിട്ട് പുറത്ത് നിൽക്കുന്ന കാഴ്ച, അവരുടെ ശരീരം പല രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച. സത്യത്തിൽ പലർക്കും പല രീതിയിലുള്ള റിയാക്ഷൻസ് ആയിരിക്കും ഇതിൽ നിന്നുണ്ടാകുന്നത്. എനിക്ക് പക്ഷേ ശരിക്കും ഇത് സ്ത്രീകൾക്ക് ഒരു അപമാനകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നുണ്ട്. കാര്യം അവരൊരു വിൽപ്പന ചരക്കാക്കുന്ന രീതിയിൽ. പക്ഷേ ഇവിടെ അത് ടൂറിസത്തിൻ്റെ ഭാഗമാണ്, അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. ഒരു പക്ഷേ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഇതിന് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കാം, പലർക്കും പല അഭിപ്രായം ഉണ്ടാകാം. അപ്പോൾ ഇതിൽ വേറെ കോൺട്രവേഴ്സീസ് ഒന്നുമില്ല. വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുക. നമ്മൾക്ക് ചുറ്റും നടക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇത് മറ്റൊരു കൺട്രിയാണ്, ഇത് ഇന്ത്യയല്ല, ഇത് തായ്ലൻഡാണ്. തായ്ലൻഡിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഇവിടെ ഇതൊന്നും തന്നെ കുറ്റകരമല്ല, ഇതെല്ലാം അപ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നാനാദേശങ്ങളിൽ നിന്നും ആൾക്കാർ ഇത് തേടി ഇവിടെ എത്തുന്നു. അവരത് ഒരു ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യലായി മാറ്റുന്നു. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഇക്കോണമി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ടൂറിസത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും രാത്രി വളരെ റിസ്ക് എടുത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി വിത്ത് എ ക്യാമറ. കാണിക്കുന്നതിന് പരിധികളുണ്ട്. എല്ലാ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലും, ക്ലബ്സിൻ്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ ഷോസ്, അവിടെ എല്ലാം തന്നെ ഗുണ്ടകളെ പോലെയുള്ള സെക്യൂരിറ്റി ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ശ്രദ്ധ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് മനസ്സിലായല്ലോ. എൻ്റെ മാത്രമല്ല, എൻ്റെ ടീമിൻ്റെയും. അപ്പോൾ ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് ഒരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ ജേണി പോലെ വന്നിരിക്കുവാണ് ഈ രാത്രി സമയം. ഇത് 10 മണി തൊട്ട് രാവിലെ വരെയാണ് സജീവമായ ഒരു തെരുവാണിത്, അല്ലെങ്കിൽ ഈ സ്ട്രീറ്റാണിത്. എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ കണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ്, ഒരു നേർക്കാഴ്ചയാണ്. തായ്ലൻഡ്, പട്ടായ പാർട്ട് ഓഫ് തായ്ലൻഡ് ആൻഡ് ബാങ്കോക്കിൽ എന്താണ് കാണാനായിട്ടുള്ളത്, എന്തൊക്കെയാണ് കിട്ടുന്നത്, ആൾക്കാർ എന്തിനെല്ലാം അന്വേഷിച്ച് വരുന്നത്, ഇവിടുത്തെ ജനജീവിതം എന്താണ്, അതിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ട കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പോകുന്നു. വളരെ ലേറ്റായി കഴിഞ്ഞു. ഇനി നാളെ വീണ്ടും കാണാം. അതുവരെ